ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 20 ചോദ്യങ്ങളുണ്ട്, നമുക്ക് 10 മിനിറ്റുള്ളിൽ നോക്കി തീർക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കലാമണ്ഡലം രാമൻകുട്ടി നായർ വൺ ദി പത്മഭൂഷൺ ഫോർ വിച്ച് ഡാൻസ് ഫോം? കലാമണ്ഡലം രാമൻകുട്ടി നായർ ഏത് ഡാൻസ് ഫോം ആയിരിക്കും? നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റും. ഓപ്ഷൻസ് ലാവണി, മണിപ്പൂരി, കഥക്, കഥകളി. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? കഥകളിയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യാസ് ഫസ്റ്റ് ലാവൻഡർ ഫെസ്റ്റിവൽ വാസ് ഇനോഗ്രേറ്റഡ് ഇൻ ഡാഷ് ഇൻ മെയ് 2022. സോ ലാവൻഡർ ഫെസ്റ്റിവൽ, പൂക്കളുടെ ഫെസ്റ്റിവലാണ്, ലാവൻഡർ ഫെസ്റ്റിവൽ ആണ് എങ്കിൽ നമുക്ക് ഈ ലാവൻഡർ ടെമ്പറേറ്റ് റീജിയനിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് കണ്ടുപിടിക്കാം. ആസാം, കേരള, ജമ്മു ആൻഡ് കാശ്മീർ, ഡൽഹി. അപ്പോൾ ലാവൻഡർ ഫെസ്റ്റിവൽ എവിടെയാണ് വരുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് ലാവൻഡർ ഫെസ്റ്റിവൽ വരുന്നത്. നെക്സ്റ്റ്, വിച്ച് സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ഗവൺമെൻറ് ഫോർ ക്രിയേഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അൺഎംപ്ലോയിഡ് എഡ്യൂക്കേറ്റഡ് യൂത്ത്? സോ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് യൂത്തിനുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം. അതിന് ആ സ്കീമിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഗ്രാമീൺ ഉദ്യമി യോജന, അന്നപൂർണ സ്കീം, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയാണ്. അടുത്തത് Fe, അയൺ പ്ലസ് CuSO4 കോപ്പർ സൾഫേറ്റ് ഈക്വൽസ് റിയാക്ഷനിൽ വരുന്നത് അയൺ സൾഫേറ്റ് FeSO4 പ്ലസ് Cu. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ്, റീഡോക്സ്, റിവേഴ്സിബിൾ, ന്യൂട്രലൈസേഷൻ. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് ഈ പറയുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. കാരണം കോപ്പർ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുകയാണ്. കോപ്പർ ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിൽ നിന്നും കോപ്പർ ഡിസ്പ്ലേസ് ചെയ്ത് കോപ്പറിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുവാണ്. സോ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് റിയാക്ഷനെ നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നാണ്. അടുത്തത് C2H5OH is a chemical formula of ബ്യൂട്ടൈൻ, മീഥെയിൻ, പ്രൊപ്പീൻ, എത്തനോൾ. സോ C2H5OH എന്ന് പറയുന്നത് എത്തനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്. അടുത്തത്, ഹൂ ഇൻ ഓഗസ്റ്റ് 2022 വാസ് അപ്പോയിൻറ്റഡ് ആസ് എ സെക്രട്ടറി ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? സോ സെക്രട്ടറി ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. ഓപ്ഷൻസ്: IFS വിവേക് കുമാർ, ഡോക്ടർ ഹിരൺ ജോഷി, IAS രാജേഷ് വർമ്മ, IFS സഞ്ജീവ് കുമാർ സിംഗ്ല. നമ്മുടെ ആൻസർ വരുന്നത് IAS രാജേഷ് വർമ്മയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും സെക്രട്ടറി ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, വിച്ച് ഇന്ത്യൻ ക്രിക്കറ്റർ ഇസ് നോൺ ആസ് എ വോൾ? നമുക്കറിയാലോ, ദ വോൾ എന്നറിയപ്പെടുന്നത് ആരാണ്? രാഹുൽ ദ്രാവിഡാണ് ദ വോൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹോസ്റ്റഡ് ദി 2015 നാഷണൽ ഗെയിംസ് ഓഫ് ഇന്ത്യ? സോ 2015 നാഷണൽ ഗെയിംസ് ഓഫ് ഇന്ത്യ എവിടെയാണ് നടന്നത്? ഓപ്ഷൻസ്: കേരള, ഗോവ, ഹരിയാന, രാജസ്ഥാൻ. നമുക്കറിയാം 2015 നാഷണൽ ഗെയിംസ് നടന്നത് കേരളത്തിലാണ്. കേരളത്തിൽ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു നാഷണൽ ഗെയിംസ് നടക്കുന്നത്. ഫസ്റ്റ് ടൈം നടന്നത് 1987 1987 അത് 27ാമത്തെ എഡിഷനായിരുന്നു. 27th നാഷണൽ ഗെയിംസ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സോ ദ ഫസ്റ്റ് വൺ വാസ് ഇൻ 1987. കേരളത്തിലെ ആദ്യത്തത് 1987 രണ്ടാമത്തത് 2015. അടുത്തത്, ഇൻ ദ ഫോളോയിങ് എക്സാമ്പിൾ ഹൂ ഈസ് എ പ്രൈമറി കാർണിവർ? പ്രൈമറി കാർണിവർ ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഹോക്ക്. സോ ഇവിടെ പ്രൈമറി കാർണിവർ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഫ്രോഗ് ആണ്. കാരണം ഫ്രോഗ് ആണ് ആരെ കഴിക്കുന്നത്? ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്നത്. ഒരു കാർണിവർ, ഒരു ആനിമലിനെ കഴിക്കുന്നത് ഇതിനകത്ത് ഫ്രോഗാണ് പ്രൈമറി കാർണിവറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഫ്രോഗാണ്. അടുത്തത്, ഓൾ ബാങ്ക്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ ടു ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആർ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. സോ ഏത് ഷെഡ്യൂളിലുള്ളതിനെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സെക്കൻഡ്, ഫിഫ്ത്ത്, ഫസ്റ്റ്, തേർഡ്. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? സെക്കൻഡ് ഷെഡ്യൂളിലുള്ള, റിസർവ് ബാങ്കിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിലുള്ള, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിലുള്ള ബാങ്ക്സിനെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായി കാണുന്നതായിരിക്കും, പക്ഷേ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ല സെക്കൻഡ് ഷെഡ്യൂളാണെന്നുള്ളത്. അതേപോലെ ഈ ആക്റ്റും കൂടി ഓർത്ത് വയ്ക്കാൻ, 1934 ആക്ട്. അടുത്തത്, ദ ഡാഷ് കമ്മിറ്റി വാസ് സെറ്റപ്പ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് അബൌട്ട് ദി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. സോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ബിബേക് ദിബ്രോയ്, ബൽവന്ത് റായ് മെഹ്ത്ത, സ്വരൺ സിംഗ്, സ്വാമിനാഥൻ. നമുക്കറിയാം ഏത് ആൻസർ വരുന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് റെക്കമെൻഡ് ചെയ്തത്. അടുത്തത്, ഗർഭ ഫോക്ക് ഡാൻസ് ബിലോങ്സ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്. സോ ഗർഭ ഡാൻസ് ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഗുജറാത്ത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്.
അടുത്തത് ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ഇലക്റ്റഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI ഇൻ ഒക്ടോബർ 2022. സോ പ്രസിഡന്റ് ഓഫ് BCCI ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് റോജർ ബിന്നി, ജയ് ഷാ, സൗരവ് ഗാംഗുലി, വിരാട് കോഹ്ലി. അപ്പം പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ BCCI എന്ന് പറയുന്നത് റോജർ ബിന്നിയാണ്. ജയ് ഷാ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. സെക്രട്ടറി ഓഫ് BCCI ആണ് ജയ് ഷാ. അടുത്തത് ഇൻ ഇന്ത്യ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. സോ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 2000, 2008, 2005, 2001. അപ്പം ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാസ്സാക്കിയത് 2000-ലാണ്, 2000-ലാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി? ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. ഓപ്ഷൻസ് സിമെൻറ്റ്, അയൺ ആൻഡ് സ്റ്റീൽ, സിൽക്ക് ടെക്സ്റ്റൈൽ, പെട്രോ കെമിക്കൽസ്. നമുക്ക് ഓപ്ഷൻസ് തന്നെ കണ്ടുപിടിക്കാം. ആഗ്രോ ആണെങ്കിൽ അഗ്രികൾച്ചർ വേണം. സോ അഗ്രികൾച്ചർ ഉള്ളത് എവിടെയാണ് വരുന്നത്? സിൽക്ക് ടെക്സ്റ്റൈലാണ് വരുന്നത്. അടുത്തത് ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദി ഫൗണ്ടർ ഓഫ് ദി മൗര്യൻ എംപയർ? ഫൗണ്ടർ ഓഫ് ദി മൗര്യൻ എംപയർ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യ, അശോക, ചന്ദ്രഗുപ്ത ടു, സമുദ്രഗുപ്ത. നമുക്കറിയാം ഏതാണ്? ചന്ദ്രഗുപ്ത മൗര്യ. ഇദ്ദേഹമാണ് ദി ഫൗണ്ടർ ഓഫ് ദി മൗര്യൻ എംപയർ. നെക്സ്റ്റ് വൺ, ഹി റോട്ട് വന്ദേ മാതരം ആസ് എ ഹിം ടു ദി മദർലാൻഡ്. ഹൂ ഈസ് ഹി റെഫേർഡ് ടു? അതായത് വന്ദേ മാതരം ആരാ എഴുതി എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് അരബിന്ദോ ഘോഷ്, ജവഹർലാൽ നെഹ്റു, ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ. വന്ദേ മാതരം ആരാ എഴുതിയത്? ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായാണ് വന്ദേ മാതരം എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഷുഡ് ബി ദ മിനിമം ഏജ് ഫോർ ബീയിങ് എ മെമ്പർ ഓഫ് ലോക്സഭ? ലോക്സഭയിലെ അംഗമാവാൻ മിനിമം ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ലോക്സഭയിലെ അംഗമാവാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത്? 25 വയസ്സാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യസ് ഇക്കോണമി അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ റിമെയിൻഡ് ഫണ്ടമെൻ്റലി അഗ്രേറിയൻ. About how much % of the country's population derived livelihood directly or indirectly from agriculture? സോ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ സമയത്ത് നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത് ബേസിക്കലി അഗ്രേറിയൻ ആയിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര ശതമാനം, കൺട്രിയുടെ പോപ്പുലേഷൻ്റെ എത്ര ശതമാനമായിരുന്നു അഗ്രികൾച്ചറിൽ നിന്നും ലൈവ്ലിഹുഡ് ഡിറൈവ് ചെയ്തതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 70, 60, 85, 65. ഇതിൽ കാണുന്ന ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ്, അതാണ് നമ്മുടെ ആൻസർ. 85% ഓഫ് ദം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ലൈവ്ലിഹുഡ് ഡിറൈവ് ചെയ്തിരുന്നത് അഗ്രികൾച്ചറിൽ നിന്നായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 2019-20 ഇന്ത്യ ഹാഡ് ഡാഷ് കിലോമീറ്റർ ഓഫ് ബ്രോഡ് ഗേജ് റെയിൽവേ ലൈൻസ്. അതായത് നമ്മുടെ റെയിൽവേ ലൈൻസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. എത്ര കിലോമീറ്ററോളം ബ്രോഡ് ഗേജ് റെയിൽവേ ലൈൻസ് ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2019-20 നമ്മുടെ ബ്രോഡ് ഗേജ് റെയിൽവേസിൻ്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് 63,950. ഇത്രയായിരുന്നു നമ്മുടെ റെയിൽവേ ലൈൻ്റെ അത്രയും റെയിൽവേ ലൈൻ എത്ര കിലോമീറ്ററോളം സ്ട്രെച്ച് ചെയ്തിട്ടായിരുന്നു നമ്മുടെ റെയിൽവേ ലൈൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് 20 ചോദ്യങ്ങൾ. നമ്മൾ 20 ചോദ്യങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഒരു ചോദ്യ പേപ്പറുമായിട്ട് വീണ്ടും കാണാം.